ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം രാവിലെ 11 മണി. നമ്മൾ നേരെ കുർബാനയ്ക്ക് പോവാണ്. ഇന്ന് നമ്മുടെ വീക്കെൻഡ് ഓഫിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇവിടെ അടുത്താണ് കുർബാന നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ കുർബാനയ്ക്ക് പോകുന്നു. ഇംഗ്ലീഷ് കുർബാനയാണ്. കണ്ടോ, ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് ഭാഗം ഇങ്ങോട്ടാണ്, പക്ഷേ അതാണ് മെയിൻ റോഡ്. അതിലാണ് എൻട്രൻസ് ഉള്ളത്. ഇതിൻ്റെ 4 സൈഡിൽ എൻട്രൻസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കാറിട്ട് എളുപ്പത്തിന് ഇതിലേക്ക് കയറിയതാണ്. കുർബാന കഴിയുമ്പോൾ ഇവിടുത്തെ വല്യച്ഛൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ആ സ്റ്റോറി കേട്ടിട്ട് ആ പള്ളിയിൽ നിന്ന് എല്ലാവരും പൊട്ടിച്ചിരിക്കും. എനിക്ക് മാത്രം ചിരി വരാറില്ല, കാരണം അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തതാണ് കേട്ടോ. എന്നാലും ബാക്കിയുള്ളവർ മുന്നിൽ നമ്മൾ പൊട്ടനാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ നമ്മളും ചിരിക്കും. ചിരിക്കാൻ വലിയ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, നമുക്ക് മനസ്സിലായുള്ള കാര്യം നമുക്ക് മാത്രം അറിഞ്ഞാൽ പോരെ. അപ്പോൾ കുർബാന കഴിഞ്ഞ് നമ്മൾ വേഗം ഇറങ്ങിയിട്ടാ, കാരണം അല്ലെങ്കിൽ നിറയെ ആൾക്കാർ ഇറങ്ങും, വണ്ടികളൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വേഗം കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി, അല്ലെങ്കിൽ ഭയങ്കര ബ്ലോക്കായിരിക്കും. ഇപ്പം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്ന് കാറ് വാഷ് ചെയ്യാണ്ട്, അച്ചായൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാണ്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഹലോവിൻ്റെ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ നമുക്കതും കാണാം. ഫുൾ ആൾക്കാരാട്ടോ പള്ളിയിലൊക്കെ കണ്ട വണ്ടികൾ. നമ്മൾ കാർ വാഷിൻ്റെ കാർഡ് എന്ന് പറയുന്നത് 4 പേരും കൂടി ഒരു കാർഡ് എടുത്താണ് കേട്ടോ. അത് കനേഡിയൻ ടയർ ഗ്യാസിൻ്റെ ആണ് അത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് വാഷ് കിട്ടും. ഒരു ടീമിന് ടോട്ടൽ ആ കാർഡിൻ്റെ കോസ്റ്റ് വരുന്നത് $200 അങ്ങാണ്ടാണ്. അപ്പോൾ നമ്മൾ 4 പേര് എടുത്തിട്ടുണ്ട്. ആ കാർഡ് എപ്പോഴും അച്ചായൻ്റെ വീട്ടിലാണ് കിടക്കുക. ഇതാണ് അച്ചായൻ്റെ വീട് ഇടുക. നമ്മുടെ അച്ചായൻ്റെ വീടും വണ്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ അവിടെ നിന്ന് പോയി വാങ്ങിയിട്ട് വേണം നമ്മൾ പോയി കഴുകാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ടൊന്ന് പോവാം. അങ്ങനെ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയ കാട് കമ്മഴി അച്ചായൻ ബാക്കിലവിടെ പുല്ല് വെട്ടുണ്ട് കേട്ടോ, മെഷീനൊക്കെ വെച്ച്. ഇവിടെ കാനഡയിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പുല്ലുകളും ബാക്കിലുള്ള പുല്ലുകളൊക്കെ നമ്മൾ തന്നെ വെട്ടി വൃത്തിയാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിലാണ്. കോമ്പൗണ്ടിൽ എല്ലാവരുടെ ഫ്രണ്ടിൽ ഡ്രൈവർ എടുത്ത് തന്നെയാണെങ്കിലും നമ്മളത് വെട്ടി വൃത്തിയാക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കാടൊക്കെ പേഴ്സിലിട്ടിട്ട് നമ്മൾ നേരെ അച്ചായൻ്റെ അടുത്തേക്ക് വർത്താനം പറഞ്ഞിട്ട് ബാക്കിലേക്ക് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അച്ചായന് വേണ്ടി നമ്മൾ കുറച്ച് ബിരിയാണി എടുത്തിട്ടുണ്ടായി. അപ്പോൾ ആ ബിരിയാണിക്ക് വേണ്ടി വീണ്ടും തിരിച്ച് കാറിലേക്ക് വന്നു. ആ വരവാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ കാറിൽ നിന്ന് ബിരിയാണിയൊക്കെ എടുത്ത് നേരെ തിരിച്ച് അച്ചായനെ കൊണ്ടുകൊടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്ന് അച്ചായനപ്പോൾ നമ്മുടെ കൂടെ പുറത്തേക്ക് നമ്മൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ ആളിങ്ങനെ പുറത്തേക്കൊന്ന് വർത്താനം പറഞ്ഞു. ഞാൻ വൈകിട്ട് വരാം, നീ വൈകിട്ട് വായു എന്ന് അച്ചായൻ പറഞ്ഞു. വീട്ടിലേക്ക് നമുക്ക് വല്ല പടക കാണാം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നേരെ കാർ വാഷ് സെൻറ്ററിലേക്ക് പോന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കാർ വാഷ് സെൻറ്റർ കേട്ടോ. നമ്മൾ ഈ വഴിക്ക് പോകണം. ഈ വഴിയിലൂടെ പോയി അവിടെ എത്തണം. നല്ല വെയിലായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മിക്കവാറും ഒരു കാറോടെ വാഷ് ചെയ്യണ്ടാവും. യെസ്, ഇതാണ് വാഷ് സെൻറ്റർ കേട്ടോ. കാർ വാഷ് സെൻറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭാഗ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ വണ്ടിയാണെങ്കിൽ പുറമേ നിന്ന് കാണാൻ പറ്റില്ലല്ലോ. നേരെ ഇങ്ങനെ സ്പ്രേ ഒക്കെ ചെയ്ത് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നമ്മൾ പുറത്തിറക്കി തരും. കുളിപ്പിച്ച് കുട്ടപ്പനാക്കല്ല, തോർത്തി ഉണക്കി തരും നമ്മളെ. തോർത്താന്ന് വെച്ചാൽ നിങ്ങൾ തുണി കൊണ്ട് തോർത്തണ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എയർ ബ്ലവർ വെച്ചിട്ട് നമ്മുടെ വെള്ളമൊക്കെ അടിച്ച് പരത്തി തരും. ഇങ്ങനെയാണ് ഇവിടുത്തെ കാർ വാഷ് കേട്ടോ.
ഇങ്ങനെ മാത്രമല്ല, നമുക്ക് മാനുവലായിട്ട് വെള്ളം ഒഴിച്ച് ബ്രഷ് വെച്ച് വരച്ച് കഴുകാൻ പറ്റും. അത് നമുക്ക് വണ്ടിയിൽ സ്ക്രാച്ചൊക്കെ വീഴാൻ സാധ്യത കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, 4 പേരും കൂടിയിട്ട് ഷെയർ ചെയ്തൊരു കാർഡാണ്. അത് ഇതാണ് സംഭവം. കണ്ടോ, അൺലിമിറ്റഡ് വാഷ് പാസ്. ഇത് ഡെയിലി ഒരു പ്രാവശ്യം പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ 4 പേര് കൂടി ഷെയർ ചെയ്തിട്ട് ഈ കാർഡ് എടുക്കും. എന്നിട്ട് പിന്നെ സൺഡേ ആണ്, അപ്പോൾ ഇനി നെക്സ്റ്റ് 4 days കഴിയുമ്പോൾ എനിക്ക് വാഷ് ചെയ്യാം. അങ്ങനെയാണ് ഇത് വാഷ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരു സംഭവം ഉണ്ട്, കണ്ടോ. ഈ ബോർഡിൽ ഇത് സ്വൈപ്പ് ചെയ്യണം. നമ്മൾ ATM സ്വൈപ്പ് ചെയ്യണ പോലെ ഇതിൽ സ്വൈപ്പ് ചെയ്തിട്ട്, വെയിലായിരുന്നൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇത് കണ്ട റെഡ് കത്തണണ്ട, അത് ഇപ്പോൾ അതിനുള്ളിൽ വണ്ടി ഉള്ളതുകൊണ്ടാണ്. നമുക്ക് അവിടെ ഫ്രീ ആണെങ്കിൽ എൻ്റർ വാഷ് എന്ന് കാണിക്കും. ഗ്രീൻ ലൈറ്റ് എത്തും, നേരെ അകത്ത് കയറാം, സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാഷിങ് കാര്യങ്ങളൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കും. ഇപ്പോൾ ആ കാറ് വണ്ടിയുടെ വെള്ളമൊക്കെ മറ്റേ എയർ വെച്ചിട്ട് അത് പഠിച്ച് കളയും കേട്ടോ. അവിടെ ശരിക്കും ആ വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ നമുക്കിവിടെ എൻട്രൻസിൽ കയറാൻ പറ്റുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. ഇതിലിങ്ങനെ സ്വൈപ്പ് ചെയ്യാം. അവിടെ ഗ്രീൻ ലൈറ്റ് കത്തി നമ്മൾ പോവാം. വണ്ടിയിലെ ചില്ല കയറ്റിടണം, അല്ലെങ്കിൽ നമ്മളും കുളിക്കും, നമ്മളെ അവർ കുളിപ്പിക്കും. നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവാണ്. ഇവിടെ ഇങ്ങനെ വെള്ളമുണ്ട് അടിച്ച് നമ്മുടെ വണ്ടിയിൽ. ഇപ്പോൾ അടിക്കാൻ പോണത് ക്ലിയർ കോട്ടിങ് കേട്ടോ. അതോടുകൂടി നമ്മുടെ കാർ വാഷിങ് കഴിയും. പിന്നെ നമ്മൾ പുറത്തേക്ക് പോവാണ്. ഇനി ബ്ലോവറിൻ്റെ കളികൾ മാത്രം. ബ്ലോവർ സ്റ്റാർട്ടായ സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. കട വെള്ളമൊക്കെ അടിച്ച് തെറിപ്പിച്ച് വഴി ക്ലിയർ ആക്കി. അങ്ങനെ നമ്മുടെ സൈഡും ഫുള്ള് അങ്ങനെ എയറടിച്ച് നമ്മുടെ ഇത് കളയൂട്ട. വണ്ടി മറ്റേ വെള്ളമൊക്കെ പോകും. നമുക്കൊരു 38 മിനിറ്റും കൂടി ഉണ്ട്. അവിടെ നോക്കി നമുക്ക് നമ്മുടെ ടൈം കാണാം ആ ബോക്സിൽ. വേണ്ട, അത് കഴിയുന്നവരെ നമുക്ക് ഇവിടെ തന്നെ പതുക്കെ ചവിട്ടി ഫുള്ള് ക്ലിയർ ആക്കി പോകാം. ഈ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്ലാസയിലേക്ക് കേട്ടോ. സ്ട്രൈറ്റ് കാണുന്നത് ലാപ്ടോപ്പ് സെക്കൻഡ് ഹാൻഡ് ഷോറൂമാണ്. പിന്നെ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് നോക്കി കാണാം, ഗുഡ് വില്ലിൻ്റെ അപ്പുറത്ത് ഹണി പോട്ട് കണ്ട കനബീസ്, കഞ്ചാവിൻ്റെ കടയാണ് മക്കളെ, കഞ്ചാവിൻ്റെ കട. അവിടെ പോയി നമുക്ക് കഞ്ചാവ് വാങ്ങാം. അപ്പോൾ നമ്മുടെ കാറിൻ്റെ പുറമെയുള്ള വാഷിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കുറച്ച് വാക്യൂം ചെയ്ത് കളയാനുണ്ട്. കുറച്ച് നാളുകൾ നമ്മൾ വാക്യൂം ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് പൊടി കാര്യങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ 2 മാസം കൂടുമ്പോഴേക്കാണ് ഉള്ളിൽ വാക്യൂം ചെയ്യാറ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വാക്യൂം ചെയ്യാൻ വരുന്നത്. പമ്പിൻ്റെ കോമ്പൗണ്ട് തന്നെയാണ്. ഇതിൽ നമുക്ക് $3 വരുന്നത്. $3 5 മിനിറ്റാണ് നമുക്ക് വാക്യൂം ചെയ്യാനുള്ള ടൈം കിട്ടുക. അത് നമുക്ക് കോയിൻ ഉണ്ടെങ്കിൽ കോയിനായിട്ട് ഇടാം, അല്ലെങ്കിൽ നമുക്ക് കാർഡ് വെച്ച് ടൈപ്പ് ചെയ്യാം. പിന്നെ അവിടെ തന്നെ ഒരു വേസ്റ്റ് ബിന്നുണ്ട്. അപ്പം നമ്മുടെ കാറിലുള്ള വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് കളയാം. ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം അടിച്ച ഗ്യാസിൻ്റെ ബില്ലുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഇപ്പോൾ കഴിഞ്ഞു, അപ്പോൾ അത് കളയാണ്. അങ്ങനെ നമ്മൾ വണ്ടി വാക്കൊക്കെ ചെയ്ത് നമ്മൾ നേരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഉച്ച കഴിഞ്ഞ് നമുക്ക് അയറിനെ എടുക്കാൻ പോകണം. അയറിനെ എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വൈകിട്ടൊരു സിനിമയ്ക്ക് പോകണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അപ്പം കാണാം. തൽക്കാലം ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറി സിനിമയ്ക്ക് പോവാണ് കേട്ടോ. തിയേറ്ററിലാന്ന് വിചാരിക്കരുത്, നമ്മൾ അച്ഛൻ്റെ വീട്ടിൽ ഏതോ കുറച്ച് പുതിയ പടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ മാത്രമുള്ള അയറിനില്ല. ഞാൻ ഉച്ചയ്ക്ക് കാണിച്ചെന്ന് കുറച്ച് ഹലോവിൻ്റെ ഇതിൽ വൈകിട്ട് ലൈറ്റൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, കണ്ട ഭൂതപ്രേത പിശാചുകൾ, പംകിൻ, ഇങ്ങനെ അടിപൊളിയല്ലേ. കുറച്ചുകൂടി ഇട്ടേ കാണാൻ നല്ല രസമായിരിക്കും.
ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അതെ. ഇവിടെ തന്നെ കോലും കുത്തി വെച്ചിട്ടുണ്ടൊക്കെ ഇതിന് നോക്കിയേ. അപ്പോൾ ഏതാ പടം എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ചെന്നിട്ട് പടം കണ്ട് വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് മൂവിയോടുകൂടി അവസാനിക്കുന്നതായിരിക്കും.